അഭിവന്ദ്യനായ അധ്യക്ഷൻ സയ്യിദി ഹബീബി മഹത്തായ ദക്ഷിണ കേരള ജമിയത്തുല്ലമ്മയുടെ അവസാന വാക്ക് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവർകൾ ഈ സംഘടനയെ കെട്ടിപ്പടുത്ത ബഹുമാനായ കടക്കാൽ ഉസ്താദ് അവർകൾ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് സുദീർഘമായ വ്യക്തമായ നല്ല ഭാഷയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരാവർത്തനം ആവശ്യമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷണിക്കുന്ന ഉസ്താദ് തന്നെ ഞാൻ എണീച്ചപ്പോൾ പറഞ്ഞു ഇനി സമയം ചുരുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ 1948 പാസ്സാക്കിയൊരു ബില്ലാണ്. ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഈ സംരംഭത്തിന് ഒരൈക്യവും ഇല്ല എന്നതാണ് സത്യം. അവരെ പാസ്സാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും നടപ്പിൽ വന്നിട്ടില്ല. 200 രാഷ്ട്രങ്ങളുണ്ട്. അതിൽ 199 രാഷ്ട്രങ്ങൾ സമ്മതിച്ചാലും ശരി ഒരു രാഷ്ട്രം വീറ്റോ ചെയ്യും. അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രഖ്യാപനം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ജന്മദിന അവകാശം, മനുഷ്യാവകാശം ജനിക്കുന്നത് മുതലുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതാണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കി പെണ്ണിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതും നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് പോലും അവകാശം നൽകിയ പ്രസ്ഥാനമാണ് ഈ മനുഷ്യാവകാശം. പക്ഷേ മനുഷ്യാവകാശം ചുട്ടരിക്കപ്പെടുകയാണ്, ചവച്ചരയ്ക്കപ്പെടുകയാണ് ഇന്ന് ലോകം നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മസ്ജിദുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അക്രമപരമായ പ്രവർത്തനങ്ങൾ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവരുദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ അറിയാം ഇത് അക്രമമാണെന്ന്. ബഹുമാനപ്പെട്ട ബാബാ ഉസ്താദ് സൂചിപ്പിച്ചതിൽ എന്താണ്, ഇത് നടത്തുന്നവർക്ക് തന്നെ അറിയാം ഇത് അക്രമമാണ് എന്ന കാര്യം. അതിലൊരു ശരിയുമില്ല. ലോകത്താരും അംഗീകരിക്കാത്തൊരു പ്രക്രിയയാണ്. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ഈ പ്രക്രിയയിലൂടെ ഹിന്ദുക്കളെ ഒരു ഭാഗത്താക്കി അധികാരം പിടിച്ചെടുത്ത് ഈ മുസ്ലിമീങ്ങളെ അധികാരമില്ലാത്ത ഒരു വർഗമാക്കി മാറ്റി നമുക്ക് സുഖമായി ഭരിക്കാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ചരിത്രം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നതാണ് സത്യം. അധികാരമില്ലെങ്കിലും ഭരണമില്ലെങ്കിലും ഈ ഇസ്ലാമിക സമൂഹത്തിനെ തകർക്കാൻ കഴിയില്ല എന്ന് ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷക്കാലം 70 വർഷക്കാലം എല്ലാ മനുഷ്യാവകാശങ്ങളും ദൂഷിക്കപ്പെട്ട ഹമാസ് എന്ന് പറയുന്ന ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന വെറും 5000-ഓളം വരുന്ന ഒരു മുസ്ലിം സമൂഹത്തിനെ നശിപ്പിക്കാൻ 12 മാസമായി ഈ ലോകത്തിലുള്ള സർവ്വ ബോംബുകളും വാരിയിട്ടിട്ട് പോലും അവരുടെ രോമത്തിൽ തൊടാൻ കഴിയില്ലെന്ന് 21-ാം നൂറ്റാണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ബഹുമാനികളെ, അഫ്ഗാൻ എന്ന് പറയുന്ന മണ്ണ് സോവിയറ്റ് റഷ്യ 20 വർഷത്തോളം അവർ ബോംബ് കൊണ്ടിട്ടു. അതിനുശേഷം അമേരിക്ക വന്നു, 22 വർഷം ബോംബ് കൊണ്ടിട്ടു. പക്ഷേ ആ ബോംബിലൊന്നും ആ സമൂഹത്തിനെ, ഇസ്ലാമിക സമൂഹത്തിനെ നശിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ നാട് വിട്ടുണ്ടോടി വന്നെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ അങ്ങനെ ഒരാധിപത്യം ഉണ്ടാകാൻ സാധിക്കില്ല എന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും നമ്മുടെ കൂടെയാണ്. ഒരു ന്യൂനപക്ഷം വർഗീയവാദികളാണ് ഈ കാണുന്ന വേണ്ടാത്തരം ചെയ്യുന്നത്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിം ഹിന്ദുക്കളും നമ്മുടെ കൂടെയാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു കാലം വന്നാലും 20 കോടി മുസ്ലിമീങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സുഖകരമായി ഈ രാജ്യം ഭരിക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് വ്യാമോഹത്തിലാണ്, മൂഢസ്വർഗത്തിലാണ്. ഈ മഹത്തായ ഈ സമ്മേളനം ഇവിടെ ഉണ്ടാക്കി തീർത്ത, ഇവിടെ സംരംഭിച്ച മഹത്തായ ദീനത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാവിധമായ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് സർവശക്തൻ ഈ മഹത്തായ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.